ചെമ്പനിപ്പു സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ. നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ആ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ശ്രീകാന്ത് റെസ്റ്റോറന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വർഷ എഴുന്നേറ്റിട്ടില്ല, പുതച്ചു മൂടി കിടക്കുവാണ്. ശ്രീകാന്ത് റെഡിയാവുന്നത് കാണുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രീകാന്ത് എങ്ങോട്ടാ പോകുന്നതെന്ന്. ഞാന് ഈ സമയത്ത് പതിവായിട്ട് റെസ്റ്റോറന്റിലേക്കല്ലേ പോവാറ്, ഇവിടെ എനിക്ക് ഭയങ്കര ഫീവറാണ്, അതിനെ കുറിച്ചൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ നിന്റെ ഇഷ്ടത്തിനങ്ങ് പോവുകയാണോ? അപ്പോഴാണ് ശ്രീകാന്തിന് തന്നെ അറിയുന്നത് വർഷയ്ക്ക് പനിയാണെന്ന്. വേഗം ചെന്ന് തൊട്ട് നോക്കുമ്പോ നല്ല ചൂടുണ്ട്. നീ ഇപ്പോഴാണോ അറിയുന്നത്? സാധാരണ ഈ സമയത്ത് ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോവില്ലേ വർഷ? ഞാൻ വിചാരിച്ചു ഡബിങ് ഇല്ലാത്തതുകൊണ്ട് നീ ഉറങ്ങുകയാണ് എന്ന്. ഇന്ന് ഡബിങ് ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പോകാൻ തീരെ വയ്യ. ഇന്നലെ രാത്രി മുതൽ ഇത് തന്നെയാണ് അവസ്ഥ. നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവില്ലായിരുന്നോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ. അതൊന്നും വേണ്ട, ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്, ലീവും വിളിച്ചു പറഞ്ഞു. ശ്രീകാന്ത് വിളിച്ചിട്ട് ഇന്ന് ലീവ് പറയുന്നുണ്ടേ. ഞാൻ ലീവ് പറയണമെന്നോ? പിന്നെ അല്ലാതെ നിന്റെ വൈഫിന് ഫീവർ അല്ലേ, അപ്പൊ നിനക്ക് കൂടെ നിൽക്കണമെന്ന് തോന്നുന്നില്ലേ? അതുകൊണ്ടല്ല വർഷേ, ഇന്ന് റെസ്റ്റോറന്റ് വലിയൊരു ഓർഡർ ഉണ്ട്, പ്രിയ ആണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് വരാനും പറഞ്ഞു. റെസ്റ്റോറന്റിൽ എന്താ ശ്രീകാന്ത് വേറെ ആൾക്കാരില്ലേ, അതുകൊണ്ട് നീ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ ഇരിക്കേ. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഞാൻ പോയിട്ട് വേഗം വരാ എന്ന് പറയുന്നുണ്ടേ. ശ്രീകാന്ത് എനിക്ക് ഫീവർ ആവുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കിരിക്കില്ല, ഞാൻ വീട്ടിലാകുമ്പോൾ എന്റെ അമ്മ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാകും. ആ എന്നെ നീ പാതിയിൽ വിട്ടിട്ട് പോവാണോ? അപ്പോ അത്രയ്ക്കുള്ളൂ നിനക്ക് എന്നോടുള്ള കെയറിങ്? അങ്ങനെയൊന്നും അല്ല വർഷേ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോലി, അതുകൊണ്ടാണ്. എന്നെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണോ എന്ന് വർഷ ചോദിക്കുമ്പോൾ ഇല്ല, നിന്നേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യവും എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീകാന്ത് വിളിച്ചിട്ട് ലീവ് പറ എന്ന് പറയാണ്. അതെ, ഞാനിപ്പം എന്താ പറയാന്നുള്ള കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വൈഫിന് പനിയാണെന്നുള്ള കാര്യം പറ, അതുകൊണ്ട് എനിക്ക് വരാൻ വേണ്ടി പറ്റില്ല എന്ന്. ഉടനെ തന്നെ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് പ്രിയ ഇങ്ങോട്ട് വിളിക്കാനോട്ടോ ചെയ്യുന്നത്. നിന്റെ ഓണറല്ലേ വിളിക്കുന്നത്, ഞാൻ പറയാ എന്ന് പറഞ്ഞിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാനോട്ടോ വർഷ. പക്ഷേ ശ്രീകാന്ത് കയ്യിൽ നിന്ന് തട്ടി പറിക്കുന്നുണ്ട്. ശ്രീകാന്ത് എന്ന് അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ആ പ്രിയ ശ്രീകാന്തും പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വർഷമാണെങ്കിൽ സ്പീക്കറിൽ ഇടാൻ വേണ്ടി പറയാണ്. ശ്രീകാന്ത് എവിടെയാണെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലാണ്, ഇതുവരെ ഇറങ്ങിയില്ലേ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. അതല്ല പ്രിയ, ഇന്ന് ഞാനൊന്ന് ലീവ് എടുത്തോട്ടെ എന്ന് വിചാരിക്കുകയാണ്. വാട്ട് ലീവോ? ഇന്ന് കോർപ്പറേറ്റ് കമ്പനിയുടെ വലിയൊരു ഓർഡർ ഉണ്ട്. അതൊക്കെ എനിക്കും അറിയാം, പക്ഷെ വീട്ടില് വൈഫിന് ഭയങ്കര ഫീവറാണ്, അതുകൊണ്ട് എനിക്കിന്ന് വരാൻ വേണ്ടി പറ്റില്ല. ശ്രീകാന്ത്, ഇത് എത്ര വലിയ ഓർഡർ ആണെന്നുള്ള കാര്യം ശ്രീകാന്തിന് തന്നെ അറിയാം. ഇതുപോലെ നമുക്ക് ഇനി ഓർഡേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്തല്ലേ പറ്റുള്ളൂ. അതൊക്കെ എനിക്കും അറിയാം. ഇതിന്റെ ഫുൾ ചാർജ് ഞാൻ ശ്രീകാന്ത് തന്നെ തന്നത്, അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് ഫുഡ് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് എത്തിയേ പറ്റുള്ളൂ. ഇതെല്ലാം എനിക്കറിയാം, പക്ഷേ എനിക്ക് വൈഫിനെ കെയർ ചെയ്യണ്ടേ? അതൊക്കെ എനിക്കും അറിയാം. വൈഫിനെ തീരെ വയ്യാന്ന് പറയുന്നുണ്ട്. അതിന് നിങ്ങളുടെ വൈഫല്ലല്ലോ ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ല, പക്ഷെ എനിക്ക് അടുത്ത് നിന്നിട്ട് അവളെ കെയർ ചെയ്തല്ലേ പറ്റൂന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ, നിങ്ങൾ ജോയിന്റ് ഫാമിലി എന്നല്ലേ പറഞ്ഞത്, അപ്പോ അവളെ അവിടെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരും ഇല്ലേ? ഞാനിത് ഫസ്റ്റ് ടൈം എടുത്തിരിക്കുന്ന വലിയ ഓർഡർ ആണ്, അതുകൊണ്ട് നമുക്ക് അവരെ ഇംപ്രസ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ശ്രീകാന്ത് വന്നേ പറ്റുള്ളൂ. എന്റെ ഡാഡി നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തു തരണോ എന്നല്ലേ? നന്നായിട്ട് നോക്കണം എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ? ആ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രീകാന്ത് ഇവിടെ എത്തിയേ പറ്റുള്ളൂ. ഇന്ന് ശ്രീകാന്തിനെ എനിക്ക് വേണം, അതുകൊണ്ട് ഉടനെ തന്നെ വാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാനോട് ചെയ്യുന്നത്. അതിന് ഓക്കെയും ശ്രീകാന്ത് പറയുന്നുണ്ട്. ഫോൺ വെച്ച ഉടനെ വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ അവളുടെ അടുത്ത് വരാന്നുള്ള കാര്യം പറഞ്ഞത്? നീയും കേട്ടതല്ലേ വർഷേ അവള് പറഞ്ഞത്? അത്രയും വലിയ ഓർഡർ ആണ്, ഇത്രയും വലിയൊരു ഓർഡർ കിട്ടിയിട്ട് അവളുടെ പ്രോഫിറ്റിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും തരാൻ വേണ്ടി പോകുന്നുണ്ട്? അവര് ജോയിൻ ചെയ്തതിന്റെ ശേഷമുള്ള ആദ്യത്തെ വലിയ ഓർഡർ ആണ്, അതൊക്കെ അവരുടെ ഇഷ്യൂ ആണ്. ഒരു എംപ്ലോയി ലീവ് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? എന്തൊക്കെയാണെങ്കിലും ശ്രീകാന്ത് ഇന്ന് പോകണ്ട. അങ്ങനെ പോയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ജോലി ഉണ്ടാവില്ല. ഈ ജോലിയുടെ ആവശ്യം നമുക്കില്ല. നമ്മൾ ഓണായിട്ട് റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോവാന്നുള്ള പ്ലാനിലല്ലേ ഉള്ളത്. പിന്നെ എന്താ പ്രശ്നം? ഈ ജോലി അങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക്. പക്ഷേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിനൊക്കെ എത്ര സമയം വേണം? ഇപ്പൊ ഈ ജോലിയും കളഞ്ഞിട്ട് എന്നോട് ചുമ്മാതിരിക്കാനാണോ നീ പറയുന്നത്? ശ്രീകാന്തിന്റെ അടുത്ത് ഞാൻ അതിന് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലല്ലോ. എന്റെ പ്രൊഫഷനൊന്നും ആർക്കും വേണ്ടിയിട്ട് എനിക്ക് വിടാൻ വേണ്ടി പറ്റില്ലെന്ന് ശ്രീകാന്ത്. അപ്പൊ ശ്രീകാന്ത് എന്റെ കൂടെ നിൽക്കില്ല അല്ലേ? അവിടെ വലിയൊരു ഓർഡർ ആയതുകൊണ്ട് തന്നെ അവര് തനിയെ കഷ്ടപ്പെടും. നിന്റെ ഭാര്യ ഇവിടെ പനിച്ച് കഷ്ടപ്പെടുന്നതൊന്നും നിനക്കൊരു പ്രശ്നമല്ല അല്ലേ? നീ എന്തായാലും ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടല്ലോ, ഉടനെ തന്നെ ശരിയാകും. പിന്നെ രേവതി ചേച്ചിയുടെ അടുത്ത് നിന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യാം. രേവതി ചേച്ചിയാണോ അതോ നീയാണോ എന്റെ ഹസ്ബൻഡ് എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര വലിയ ജോലിയാണെന്നുണ്ടെങ്കിലും നിനക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പക്ഷേ നീ പോകില്ലേ? എന്നെ പോലെ നീയാണ് ഈ സിറ്റുവേഷനിൽ ഇരിക്കുന്ന വെച്ചാൽ എത്ര വലിയ ജോലിയാണെന്നുണ്ടെങ്കിലും കളഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടെ ഇവിടെ ഇരിക്കും. വർഷേ, അവരെന്നെ വിശ്വസിച്ചിട്ടാണ് ഈ ഓർഡർ എടുത്തത്. ഇപ്പൊ ഞാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ചതിക്കുന്നത് പോലെ ആവില്ലേ?
അപ്പൊ നീ എന്റെ കൂടെ ഇരിക്കില്ല അല്ലേ? വർഷേ, നീ ഒന്ന് പറയുന്നത് മനസ്സിലാക്ക്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. നീ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചില്ലേ? നന്നായിട്ട് കിടന്നുറങ്ങ്. ഞാനാണെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പറയാം, ഉടനെ തന്നെ ഞാൻ വരാം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വർഷയാണെങ്കിൽ റെഡി ആയിട്ട് ബാഗൊക്കെ എടുത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. ഇത് കണ്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല വർഷം, നിനക്ക് പനിയാണെന്നുള്ള കാര്യം ശ്രീകാന്ത് പറഞ്ഞല്ലോ, ഞാൻ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. നിനക്ക് ശരീരത്തിന് സുഖമില്ലാത്ത സമയത്ത് പോയിട്ട് റെസ്റ്റ് എടുക്കല്ല വേണ്ടത്. ഞാനാണെങ്കിൽ കഞ്ഞി വെച്ചിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുതരാ എന്നും കൂടി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും വേണ്ട രേവതി ചേച്ചി, ഞാൻ എന്റെ വീട്ടിൽ പോവുകയാണ്. എന്റെ ഭർത്താവ് എനിക്ക് പനിയായിട്ടിരിക്കുന്ന സമയത്ത് എന്നെ കെയർ ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? എനിക്ക് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ആ സമയത്ത് അവനാണെങ്കിൽ അവന് ജോലിയുണ്ടെന്നും അവന്റെ ബോസ് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. ഓ, അങ്ങനെ പറഞ്ഞോ? എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലിയായിരിക്കും വർഷേ. വൈഫ് ഈ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് അതിനേക്കാളും വലിയ എന്ത് പ്രധാനപ്പെട്ട ജോലിയാണ് അവന്റെ ജോലിയാണ് പ്രധാനം എന്ന് കരുതിയിട്ടല്ലേ അവൻ പോയത്. ഞാനും അതുപോലെ എന്റെ പാട്ടിന് പോകുക എന്ന് പറഞ്ഞിട്ട് വർഷം പോകുമ്പോഴേക്കും പിടിച്ചു നിർത്തുവാണ് കേട്ടോ രേവതി. ശ്രീകാന്ത് പോകുന്ന സമയത്ത് നിന്നെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഹസ്ബൻഡ് എന്ന് പറയുന്ന അവൻ ഒരുത്തിനുള്ള സമയത്ത് രേവതി ചേച്ചി എന്തിനാണ് എന്നെ കെയർ ചെയ്യുന്നത്? എനിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം പോലും ലീവ് എടുക്കണമെന്ന് അവന് തോന്നിയില്ലല്ലോ. അത്രയ്ക്കും അവൻ എനിക്ക് പ്രയോറിറ്റി തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയാൽ എങ്ങനെ വർഷം ശരിയാവുന്നത്? ഞാൻ ശ്രീകാന്തിനെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയാം. വേണ്ട ചേച്ചി, അവൻ വിളിച്ചാലും വരില്ല. അവന് എന്റെ മേൽ ഒരു കെയറും ഇല്ല. അന്ന് രേവതി ചേച്ചിയുടെ തലയ്ക്ക് മുറിവ് പറ്റിയ സമയത്ത് സച്ചേട്ടൻ എവിടെയും പോവാതെ ചേച്ചിയുടെ കൂടെ തന്നെ നിന്നില്ലേ? ചേച്ചിയെ അത്രയും കെയർ ചെയ്തിട്ട് സച്ചേട്ടൻ നോക്കിയില്ലേ? അതും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചവരാണ്. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. ഇവനാണ് എന്റെ എല്ലാം എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് അടി ഉണ്ടാക്കിയിട്ട് ഇവന്റെ കൂടെ ഞാൻ ഇറങ്ങി പോകുന്നതാണ്. അങ്ങനത്തെ എന്നെ അവൻ തനിയെ വിട്ടിട്ട് പോയത് കണ്ടില്ലേ? പിന്നെ ഞാൻ മാത്രം എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് ഇറങ്ങുവാണ്. വർഷം, നീ നിക്ക്, ഞാൻ ശ്രീകാന്തിനെ വിളിച്ചിട്ട് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോ അങ്ങനെ ആരും എനിക്ക് വേണ്ടിയിട്ട് കെഞ്ചൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ചന്ദ്ര പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത്. അല്ല വർഷേ, എങ്ങോട്ടാ നീ പോകുന്നതെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകണം ആന്റി. ഇത് നിന്റെ വീടല്ലേന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഇത് ശ്രീകാന്തിന്റെ വീടാണ്, ഞാൻ എന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്താണ് വർഷം നീ ഷൂട്ട് കേസ് ഒക്കെ എടുത്തിട്ട് പോകുന്നത്? എന്താ കാര്യം? അപ്പോഴും വർഷമൊന്നും മിണ്ടാത്തത് കാണുമ്പോഴേക്കും രേവതിയുടെ നെഞ്ചത്തോട്ട് കയറുവാണേ. എന്താടി കാര്യം? നീ എന്താടി എന്തെങ്കിലും പറഞ്ഞോ? അവളുമായിട്ട് അടി ഉണ്ടാക്കിയോന്നൊക്കെ ചോദിക്കുവാണ്. എല്ലാത്തിനും അമ്മ എന്റെ നേർക്ക് ഇങ്ങനെ ചാടി കയറാൻ നിൽക്കണ്ട. ശ്രീകാന്തും അതുപോലെ വർഷയും തമ്മിൽ എന്തോ പ്രശ്നമാണ്, അതുകൊണ്ടാണ് അവള് പോകുന്നത് ശ്രീകാന്തിനൊപ്പം. അങ്ങനെ ശ്രീകാന്ത് അടിയൊന്നും ഉണ്ടാക്കില്ലല്ലോ എന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ അടി ഉണ്ടാക്കിയെന്നാണോ? അയ്യോ വർഷം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. വാ വർഷേ, എന്താ നടന്നെന്നുള്ള കാര്യം പറയുന്നു പറഞ്ഞു വർഷ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും വർഷ പറയുന്നത്, അങ്ങനെ കൂടുതലായിട്ട് പറയാനും സംസാരിക്കാനും ഒന്നുമില്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോ വീണ്ടും പിടിച്ചു നിർത്തുവാണേ. വർഷേ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പെട്ടിയൊക്കെ തൂക്കിയിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ അമ്മ എന്താ വിചാരിക്കുക? അയ്യോ വർഷ, നീ പോവല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആന്റി, നിങ്ങൾക്ക് എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ല? ശ്രീകാന്തിന് എന്നെ ബോറടിച്ചു, അവന് എന്റെ കൂടെ നിൽക്കാൻ വേണ്ടി താല്പര്യമില്ല, ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് ഇറങ്ങി പോവാണ്. പോകുമ്പോഴും നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല വർഷേ നീ പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ വർഷം അങ്ങ് പോകുന്നുണ്ട്. വർഷം അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കുന്നു, എന്നാൽ അവൾ കേൾക്കാതെ അങ്ങ് ഇറങ്ങി പോകുന്നത് കണ്ടില്ലേ? ഇവളുടെയൊക്കെ വിചാരം എന്താണ്? അല്ലെങ്കിലും നിങ്ങൾ പെണ്ണുങ്ങളെല്ലാരും കൂടി ചേർന്നിട്ട് ആണുങ്ങളെ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. അവന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് അങ്ങ് തുള്ളുന്നു. ആ സമയത്താണ് കേട്ടോ സച്ചി അങ്ങോട്ട് കയറി വരുന്നത്. എല്ലാത്തിനും ആദ്യം ഇവന്മാരെ പറഞ്ഞാൽ മതി, എന്റെ ഫോൺ എവിടെ? ശ്രീകാന്തനെയാന്ന് ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. വന്ന ഉടനെ തന്നെ സച്ചിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ചന്ദ്രൻ എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ രേവതിയുടെ അടുത്ത് വെച്ച് പറയുന്നുണ്ട്, രേവതി, ഈ ചർച്ച നടക്കുന്ന സമയത്ത് എല്ലാരും കൂടി ഇരുന്നിട്ട് കലബില എന്ന് പറയില്ലേ? പക്ഷെ ഒന്നും മനസ്സിലാവില്ല, ആരാ പറയുന്നത് എന്താ പറയുന്നതെന്ന്. ആ ഒരു അവസ്ഥയാണ് എനിക്ക്. ഇവർക്ക് എന്താണ് പറ്റിയത്? പോരത്തിന് വർഷയാണെന്നുണ്ടെങ്കിൽ പെട്ടിയൊക്കെ തൂക്കിയിട്ട് പോകുന്നു. ശ്രീകാന്തിന് വർഷയ്ക്കിടയിൽ പ്രശ്നം, അതാണ് അവള് ദേഷ്യം പിടിച്ച് പോയത്. അല്ല, ഈ ശ്രീകാന്തിന് അടിയുണ്ടാക്കാനൊക്കെ അറിയോ? ഇപ്പൊ കണ്ടില്ലേ രേവതി, നീ എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഞാനാണ് അടിയുണ്ടാക്കാരെന്ന് പറയുന്നില്ലേ? എന്റെ അനിയനും എന്നെ പോലെ തന്നെയെന്നാണ് സച്ചി പറയുന്നത്. രേവതിയുടെ നോട്ടം കാണുമ്പോൾ സച്ചിവിനെ അല്ല അവർക്കിടയിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. വർഷയ്ക്ക് ഫീവറാണ്, അവളുടെ കൂടെ നിന്നിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് അവള് പറഞ്ഞു. പക്ഷെ എന്തോ ജോലിയുടെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ശ്രീകാന്ത് പോയി. ഓ പാവി, അവൻ എന്ത് പടിയാ ചെയ്തത്? ഭാര്യയ്ക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് അവന് കൂടെ നിന്ന് നോക്കണ്ടേ? ഭാര്യയ്ക്ക് പനി വന്നു കഴിഞ്ഞാൽ ഭർത്താവിനും പനി പിടിച്ചത് പോലെയല്ലേ? എല്ലാത്തിലും പാതിയല്ലേ? കൂടെ നിന്നിട്ട് നോക്കാതെ അവൻ ജോലിക്ക് പോയോന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി. ശ്രീകാന്തിന് എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള വർക്കായിരിക്കും, അതുകൊണ്ടാ പോയത്. പക്ഷെ എന്ന് കരുതിയിട്ട് വർഷ പെട്ടിയും തൂക്കിയിട്ട് വീട്ടിലേക്ക് പോയല്ലോ. അല്ലെങ്കിലും ഈ 2K പിള്ളേരൊക്കെ ഭയങ്കര ദേഷ്യക്കാരാണ്. അത് പറയുന്ന ആള് കൊള്ളാം. എനിക്ക് വർഷയെ ഓർത്തിട്ടാണ് പേടിയാവുന്നത്. അവളാണെങ്കിൽ പനി ആയിട്ടല്ലേ വീട്ടിലേക്ക് പോയത്. അവളെന്തായാലും അവളുടെ വീട്ടിലേക്കല്ലേ പോയത്. അവളുടെ ദേഷ്യം തടയുന്ന സമയത്ത് അവൾ താനെ അങ്ങ് തിരിച്ചു പോന്നോളൂ.
എനിക്ക് ഒരു കോഫി താ, എനിക്ക് ട്രിപ്പിന് പോകണമെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് കോഫി എടുക്കാൻ പറയാണ്. അതേസമയം ശ്രീകാന്തിനാണ് കാണിക്കുന്നത്. ശ്രീകാന്ത് ഭയങ്കര ടെൻഷനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അതേസമയം പ്രിയ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിന്റെ അടുത്ത് ഫുഡിന്റെ കാര്യങ്ങളും അതുപോലെ എല്ലാം എക്സാക്ട് ടൈമിൽ തന്നെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ശ്രീകാന്ത് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. പ്രിയ അരികിലേക്ക് ചെന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ടെങ്കിലും വൈഫിന് ഫീവർ ആണല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകും. ഞാനാണെന്നുണ്ടെങ്കിൽ വരാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും ചെയ്തു. കാരണം ശ്രീകാന്തിനാണല്ലോ ഈ റെസ്റ്റോറൻറ്റിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. ശ്രീകാന്ത് വന്നതുകൊണ്ട് തന്നെ എല്ലാം ഓൺ ടൈമായിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് എനിക്ക് അറിയാവുന്ന ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്തായാലും ശ്രീകാന്ത് വൈഫിനെ വിളിച്ചിട്ട് സംസാരിക്കും. അതിനിടയ്ക്ക് പ്രിയയ്ക്ക് ഒരു കോൾ വരുന്നതുകൊണ്ട് തന്നെ പ്രിയ ഫോൺ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുവാണ്. അപ്പോഴാണ് അമ്മ വിളിക്കുന്നത്. അമ്മ എന്തിനായിരിക്കും ഇപ്പൊ വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആ അമ്മ പറയുന്നുണ്ട്. ശ്രീകാന്ത് നീ ജോലി തിരക്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മ പറഞ്ഞോളൂ. എടാ നിന്റെ ഭാര്യ എന്താടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൾ എന്ത് ചെയ്തു എന്നാണ്? അവൾക്ക് തന്നെ വയ്യാലോ അമ്മേ, അവൾക്ക് പനിയാണല്ലോ. പനിയായിട്ടാണോ അവള് ഇമ്മാതിരി വർത്താനൊക്കെ പറയുന്നത്? അമ്മ ആദ്യം എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പറയും. അവള് പെട്ടിയൊക്കെ എടുത്തിട്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. കാര്യം അന്വേഷിച്ച സമയത്ത് എന്റെ വാക്കിന് ഒരു വില പോലും തരാതെ എന്നെ ഒരു മതിപ്പും ഇല്ലാതെയാണ് അവള് സംസാരിക്കുന്നത്. അവളുടെ വീട്ടിലേക്ക് പോയിന്നോ? അതേടാ. കാരണം ചോദിച്ച സമയത്ത് നിങ്ങളുടെ മകന്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. എന്താണെന്നുണ്ടെങ്കിലും ശ്രീകാന്ത് വന്ന് സംസാരിച്ചിട്ട് നോക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അവളുടെ ഇഷ്ടത്തിന് അങ്ങ് ഇറങ്ങിപ്പോയി. ചന്ദ്രയുടെ ആ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ അവിടുന്ന് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എരിപിരി കയറ്റി കൊടുക്കുന്നത് കണ്ടില്ലേ എന്ന്. എടാ പെട്ടിയും തൂക്കി പോവാൻ മാത്രം അവിടെ എന്ത് പ്രശ്നമാണ് ഇവിടെ നടന്നത്? എന്താ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അവൾക്ക് ഫീവർ ആണ്, അത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നോക്കില്ലായിരുന്നു അവളെ. അതിനെന്തിനാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത്? അതുപോലെ തന്നെ നിന്നും ചീത്ത വിളിച്ചിട്ടാണല്ലോ പോയത്. അമ്മ അവള് എന്റെ അടുത്ത് ലീവ് എടുത്തിട്ട് അവളെ കൂടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ എനിക്ക് ജോലി സംബന്ധമായിട്ട് വരേണ്ടി വന്നു അമ്മ. അതുകൊണ്ടാണ്. ഇതിനാണോ അവൾ ഇവിടുന്ന് ദേഷ്യം പിടിച്ച് പോയത്? നിനക്ക് നിന്റെ ജോലി ചെയ്യണ്ടേ? നീ കൂടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ്? നീ എന്താ ഡോക്ടറാണോ? ഞാനമ്മ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേഗം വരാന്ന് വിചാരിച്ചതാണ്. അല്ലെങ്കിൽ ശ്രീകാന്തെ നീ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ആണുങ്ങൾക്ക് ജോലിയൊക്കെ വിട്ടിട്ട് ഭാര്യന്റെ കൂടെ എപ്പോഴും വന്ന് ഇരിക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോ എന്താണ് ഇങ്ങനെയൊക്കെ അമ്മ സംസാരിക്കുന്നതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. നോക്കാം ബാക്കിയും കൂടി എന്താണെന്ന്. എടാ നിന്റെ അച്ഛൻ KSRTC ബസ്സിൽ ഡ്രൈവർ ആയിരിക്കുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് വയ്യാണ്ട് വരുമ്പോ അവരെന്താ ലീവ് എടുത്തിട്ട് എന്റെ കൂടെയാണോ നിൽക്കാറ്? ഇത് കേട്ട ഉടനെ സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്ത് പറയുന്നത്, അച്ഛൻ ഇവിടുന്ന് പോകുന്ന സമയത്താണല്ലോ സമാധാനം കിട്ടുക. ആ സമാധാനം പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇവരുടെ കൂടെ ഇരിക്കുമോ എന്ന്. എനിക്ക് എത്ര പണിയാണെന്നുണ്ടെങ്കിലും രവിയേട്ടൻ ജോലിക്ക് പോകും. ഒന്നെങ്കിൽ അമ്മേന്റെ അടുത്ത് വന്നിട്ട് നിൽക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ വീട്ടിന്റെ അടുത്തുള്ള ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെയാണെടാ നിങ്ങളെയൊക്കെ വളർത്തിയത്. എന്നാ നിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഇല്ല അമ്മേ, ഞാനും ഒരിക്കലും അവളെ വിട്ടിട്ട് വരാൻ വേണ്ടി പാടില്ലായിരുന്നു. എനിക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എടാ നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? നിന്റെ മേലൊരു തെറ്റുമില്ല. ഭാര്യമാരാവുന്ന സമയത്ത് ഈ സമയത്തൊക്കെ കുറച്ച് അനുസരണയോടൊക്കെ പോണം. ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ നിന്റെ അച്ഛനെ അനുസരിച്ച് പോയത്. അല്ലാണ്ട് ഇവിടെ നിന്ന് എന്നെ നോക്കാൻ മാത്രമുള്ള സമ്പാദ്യമൊന്നും അച്ഛനുണ്ടായിരുന്നില്ല. കിട്ടിയ ക്യാപ്പില് അച്ഛനെ താഴ്ത്തി സംസാരിക്കുന്നത് കണ്ടില്ലേ? ഞാൻ വർക്കെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരണം എന്നാ വിചാരിച്ചത്. എന്തായാലും ഉടനെ തന്നെ വരും. വരുന്ന സമയത്ത് ഞാൻ വർഷയും കൂട്ടിയിട്ട് വരാമെന്ന് പറയാണേ. ഇത് കേട്ട് ചന്ദ്ര ചോദിക്കുന്നത്, എന്താണ് നീ പറഞ്ഞത്? അവളെ കൂട്ടിയിട്ട് വരുന്നോ? എടാ നീയാണോ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടത്? അവളുടെ അഹങ്കാരത്തിന് ഇറങ്ങി പോയതല്ലേ? നീ അതിന്റെ പിന്നാലെ തൂങ്ങി പോവാണോ? പിന്നെ അവൾ എങ്ങനെയാണ് നിന്നെ മതിക്കുക? നീ എന്തായാലും അവിടേക്കൊന്നും പോവണ്ട. അവള് വരുവാണെന്നുണ്ടെങ്കിൽ വരട്ടെടാ. ഇത് കേട്ട് രേവതി ചോദിക്കുന്നുണ്ടോ സച്ചിയുടെ അടുത്ത്, ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നല്ലാതെ അവർ നല്ലത് എന്തെങ്കിലും പറയും. നീ എന്തായാലും അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്കൊന്നും പോകണ്ട. ഇറങ്ങിപ്പോയ അവൾക്ക് തിരികെ വരാനും അറിയുന്നുണ്ടാവും. നീ നേരെ വീട്ടിലേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. അതിന് ശരിയെന്ന് മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രീകാന്ത്. ശരി നീ പോയിട്ട് നിന്റെ ജോലി നോക്കിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ചന്ദ്രൻ. ഫോൺ വെച്ചതിന് ശേഷം നമ്മുടെ രേവതിയാണെന്ന്, അല്ല സച്ചേട്ടാ ശ്രീകാന്ത് ചെയ്തത് തെറ്റല്ലേ? എന്നിട്ടും അമ്മ എന്താണ് ശ്രീകാന്തിന്റെ അടുത്ത് പോയിട്ട് വിളിക്കരുത് എന്നുള്ള കാര്യം പറയുന്നത്? ഓൾറെഡി വർഷയുടെ അടുത്ത് അമ്മയ്ക്ക് ചെറിയ ദേഷ്യമുണ്ട്. അത് കിട്ടിയ അവസരം നോക്കിയിട്ട് മുതലെടുക്കുന്നതാണ്. ഇപ്പൊ എന്തായാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. പണ്ടൊക്കെ അമ്മ വലിയ വീട്ടിലെ പെണ്ണാണ് വർഷ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പൊക്കി സംസാരിക്കുകയായിരുന്നു. ഇപ്പം വർഷയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു വിലയും കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് വർഷയാണ്. എന്തായാലും രേവതി നിന്നെ ചീത്ത വിളിക്കുന്നത് പോലെ ഒരിക്കലും വർഷയെ വിളിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അവൾ കണക്കിന് കൊടുക്കും. അമ്മയുടെ കാര്യം വീട് സച്ചേട്ടാ. ഇപ്പൊ ശ്രീകാന്ത് വർഷയെ പോയി വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നം വീണ്ടും വഷളാവല്ലേ ചെയ്യുക? അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് രേവതി നേരെ ചെന്നിട്ട് ശ്രീകാന്തിനെ വിളിക്കുവാണ്. ഫോൺ ചെയ്തിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ജോലി തിരക്കാണോ? ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചോ എന്ന്. ഇല്ല ചേച്ചി, ജോലിയൊക്കെ ഇപ്പൊ കഴിഞ്ഞു, ചേച്ചി പറഞ്ഞോളൂ. എന്താ ശ്രീകാന്ത് നീ ഇങ്ങനെ ചെയ്തത്?
വർഷയ്ക്ക് പനിയാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? അവളെ കൂടെ നിന്നിട്ട് വേണ്ടേ നീ നോക്കാൻ വേണ്ടിയിട്ട്? ചേച്ചി ഇവിടെ അർജന്റ് ഒരു ജോലി, അതിനേക്കാളും വലുതല്ലേടാ വർഷ. അവള് നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഇറങ്ങി പോകുന്നത്. വർഷയുടെ സ്ഥാനത്ത് ശ്രീകാന്ത് നിനക്കാണ് ശരീരത്തിന് സുഖമില്ലാണ്ടിരുന്നെന്ന് വെച്ചാലുണ്ടല്ലോ, ഉറപ്പായിട്ടും വർഷ ലീവ് എടുത്തേനെ. അറിയാം ചേച്ചി, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. പക്ഷെ അവളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അത്രയ്ക്കും അവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് ശ്രീകാന്തെ. ഈ സമയത്ത് ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുക സ്വന്തം ഭർത്താവ് കൂടെ നിൽക്കണമെന്നാണ്. ഇപ്പൊ ശ്രീകാന്ത് സച്ചേട്ടന്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്ക്. എനിക്ക് ശരീരത്തിന് സുഖമില്ല എന്നുള്ള കാര്യം കണ്ടു കഴിഞ്ഞാൽ സച്ചേട്ടൻ ട്രിപ്പ് വന്നു കഴിഞ്ഞാലും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി ആർക്കെങ്കിലും കൊടുക്കും, എന്നിട്ട് എന്റെ കൂടെ തന്നെ നിൽക്കും. അത് തന്നെയല്ലേ വർഷയും ശ്രീകാന്തെ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഇത് നോക്ക് ശ്രീകാന്തെ, നമ്മൾ കല്യാണം കഴിച്ചു വന്നിരിക്കുന്ന വീട്ടിലെ പെൺകുട്ടികൾക്ക് മറ്റാര് തുണയില്ലാന്നുണ്ടെങ്കിലും സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കരുത്ത്. എനിക്ക് മനസ്സിലായി ചേച്ചി എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അമ്മ പറഞ്ഞതുപോലെ വർഷയുടെ അടുത്ത് പോവാതെ നീ ഇങ്ങോട്ട് വരരുത്. അവളെ കണ്ട് സംസാരിച്ച് അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് രേവതി പറയുമ്പോൾ ആ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ വെക്കുവാണ്. ഫോൺ വെച്ചതിന് ശേഷം രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. എന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ വർഷയെ കൂട്ടിക്കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം വഷളാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാ നീ ന്യായമായിട്ടാണല്ലോ സംസാരിച്ചത്, അതെനിക്ക് വളരെ ഇഷ്ടമായി. സച്ചേട്ടാ, നമ്മള് അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാനല്ലേ ശ്രമിക്കേണ്ടത്. വർഷയാണെങ്കിൽ കുറച്ച് പിടിവാശിക്കാരിയാണ്. വരുവോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതൊക്കെ ശ്രീകാന്ത് സംസാരിച്ചിട്ട് കൂട്ടി വന്നോളൂ. ശരി, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോവാണ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ രേവതിയുടെ ഒരു റിലേറ്റീവ്സ് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അവര് വിളിച്ച് ഉള്ളിലിരുത്തിയിട്ട് അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അവരവരുടെ മകളുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് കേട്ട രേവതിയാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ എന്താ നിങ്ങളുടെ വീട്ടിലേക്കൊന്നും ഞങ്ങൾ വരാൻ വേണ്ടി പറ്റില്ലെന്ന് രേവതിയുടെ അടുത്ത് അവർ തിരിച്ചു വയ്ക്കുമ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്തായാലും രേവതി നീ ഒന്ന് വന്നിരിക്കുക. നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ എന്തായാലും നല്ലൊരു വീട്ടിലേക്കാണല്ലോ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് സന്തോഷിച്ചേനെ. ഇപ്പൊ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? അവളുടെ മുഖം വാടിയെന്ന് കൂടെയുള്ള ഹസ്ബൻഡ് പറയുന്നുണ്ട്. അല്ല, നിന്റെ അമ്മായിയമ്മയും അമ്മായിയപ്പനൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാരും പുറത്ത് പോയി എന്ന് അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ രേവതി നീ പോയിട്ട് ഒരു തട്ട് എടുത്തിട്ട് വാ. രേവതി കൊണ്ടുപോയിട്ട് തട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കത്തും കൂടി അതിനകത്ത് വെച്ചിട്ടാണ് രേവതിക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശേഷം അവര് ഇറങ്ങുമെന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് അവരെ ഇരുത്തുവാണ്. അവരവിടെ ഇരുത്തിട്ട് അടുക്കളയിൽ പോയിട്ട് നേരെ നമ്മുടെ സച്ചിയെ വിളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവർ വന്നു എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. സച്ചിന് വരാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോ ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്, വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകും. എന്തായാലും അവരുടെ നിന്ന് കത്തൊക്കെ മേടിച്ചു വെക്കാം, നമുക്ക് രണ്ടുപേർക്കും കൂടി കല്യാണത്തിന് പോകാമെന്ന് പറയുന്നുണ്ട്. അവര് ആദ്യമായിട്ടല്ലേ സച്ചിയേട്ടാ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നല്ലാതെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് വിട്ടാൽ മതി. ചിക്കൻ എന്തെങ്കിലും മേടിക്കാൻ നോക്കുമ്പോൾ അതിനൊന്നും സമയമില്ല. ഞാൻ ഓൾറെഡി ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ രേവതി, അവരുടെ അടുത്ത് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് സംസാരിച്ചിട്ടൊക്കെ വിട്ടാൽ മതി. അതല്ലേ നമുക്ക് മര്യാദയായിട്ടുള്ള കാര്യം. ശരി, സച്ചേട്ടൻ എന്തായാലും വൈകിട്ട് പെട്ടെന്ന് വായെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണേ. റെഡിയാക്കിയിട്ട് അവർക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരെ കണ്ടിട്ട് ഇങ്ങനെ ചന്ദ്രമതി നോക്കി നിൽക്കുവാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. ചന്ദ്രമതി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയില്ല. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കേൾക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്